ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്മി മലയാളത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലെ 9ാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് 3 തരത്തിൽ ബോ ഉണ്ടാക്കാം എന്നാണ്. ആൻഡ് ഈ ബോ നമുക്ക് ഡ്രസ്സിൽ വെക്കാം, ഹെയർ ബാൻഡിൽ വെക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാം, ഇതും അല്ലെങ്കിൽ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ഭയങ്കര വെർസറ്റൈലാണ്. സോ ആദ്യം തന്നെ ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു പഴയ ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് എടുക്കാം, നല്ല കളർഫുൾ ആയിട്ടുള്ള സീക്വൻസിൻ്റെ എടുക്കാം. ഞാൻ ഇമ്മക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സീക്വൻസിൻ്റെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഹെഡ് ബോൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക് എടുക്കാം. ഇതിന് വലിയണത് വേണമെന്നൊന്നുമില്ല, ഏത് തുണി വേണമെങ്കിലും എടുക്കാം. ഏത് വേസ്റ്റ് തുണി ആയാലും വിരോധമില്ല, ഭംഗിയുള്ളത് എടുക്കാവുന്നതാണ്. ഈ വെട്ട് കഷ്ണങ്ങളൊക്കെ ബാക്കി വരില്ലേ തുന്നിയതിന് ശേഷം, അതൊക്കെ എടുക്കാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ബേസിക് ആയിട്ടൊരു മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് 6x11 ആണ്. 6 അല്ല കേട്ടോ, 8x11 ആണ്. 8 ഇഞ്ചസും 11 ഇഞ്ചസും ആണ് എടുത്തിരിക്കുന്നത്. സോ അങ്ങനെ വേണമെന്നില്ല, നമുക്ക് എങ്ങനെ ബോൻ്റെ ഒരു വലിപ്പം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചസും 11 ഇഞ്ചസുമാണ്. 2 സൈഡിൽ 11 ഇഞ്ചസും 2 സൈഡിൽ 8 ഇഞ്ചസും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ബോ ആണ് നമുക്ക് കിട്ടാൻ പോണത്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീതി കുറവുള്ള സ്ഥലം ഉണ്ടല്ലോ, അതിനങ്ങനെ തന്നെ വെക്കുക. വീതി കൂടുതലുള്ള സ്ഥലം ഇതേപോലെ മടക്കി വെക്കുകയാണ്. കണ്ടോ, 2 സൈഡും ഇതേപോലെ മടക്കുകയാണ്. അതിനുശേഷം ഇതിനെ പകുതിക്ക് വെച്ച് മടക്കുക. അത് നമുക്ക് എക്സാക്ട്ലി പകുതി ഭാഗം എവിടെയാണ്, അതായത് പകുതിൻ്റെ മെഷർമെൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം എക്സാക്ട്ലി പകുതിക്ക് വെച്ച് മടക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് പീസ് ഓഫ് തുണിയും കൂടി വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ബോ ചെയ്ത് കഴിഞ്ഞാൽ അത് നീറ്റ് ഫിനിഷിന് വേണ്ടിയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് 2 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കാം. ആൻഡ് നീളം കുറച്ചധികം എടുത്തോളൂ, കാരണം നമുക്ക് പിന്നെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കാവുന്നതേ ഉള്ളൂ. അതും ഇതേപോലെ 2 സൈഡും 2 ഭാഗവും മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത തുണിയുടെ നടുഭാഗം എവിടെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ആയിട്ട് ഇതേപോലെ മടക്കി വയ്ക്കുക. 2 സൈഡിൽ നിന്നും മടക്കി വെക്കുക. ആൻഡ് ഒരു സൈഡിലത്തെ തുണി വേണമെങ്കിൽ കുറച്ച് കയറ്റി ഇങ്ങനെ വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെ മടക്കുമ്പോൾ എളുപ്പമുണ്ടാവും അതിന് വേണ്ടിയിട്ട്. അതായത് എക്സാക്ട്ലി രണ്ടും തമ്മിൽ കൂട്ടി മുട്ടണ പോലെ മടക്കണം എന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള മടക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബോ ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല വശത്തേക്ക് ആക്കുക. ഇനി നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ആദ്യം ഒരു കുഞ്ഞി ഭാഗം ഇതേപോലെ ഫ്രണ്ടിലേക്ക് ആക്കുക, പിന്നെ ബാക്കിലേക്ക് ആക്കുക, ഫ്രണ്ടിലേക്ക് ആക്കുക, ബാക്കിലേക്ക് ആക്കുക. കണ്ടോ, ഇതേപോലെ ഞൊറി പോലെ വരും. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. വൺസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കൈത്തുന്നൽ കൊടുക്കാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മടക്കുകളുടെ ഇടയിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. ഇനി അതല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ എടുക്കാവുന്നതാണ്. ഗ്ലൂ ഗൺ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഒട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ എടുത്തിരിക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ എടുക്കാം, അതല്ലെങ്കിൽ കൈത്തുന്നൽ കൊടുത്താലും മതി കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ടൊരു കൈത്തുന്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതും മതിയാവും, സൂചി നൂലും മതി. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പീസ് ഓഫ് തുണി ഉണ്ടല്ലോ, അപ്പം അതിനെ വെച്ചിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല നീറ്റ് ഫിനിഷ് ഉണ്ടാവും. കൂടാതെ അതായത് നല്ലോണം അത് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിനായിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വലിച്ച് ചുറ്റിയിട്ട്, എഗെയിൻ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്, അത് വെച്ച് ഒട്ടിച്ചിട്ട് എക്സ്ട്രാ വരുന്ന തുണി വെട്ടിക്കളയാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബോ റെഡിയാണ്. ഇതൊരു ബേസിക് ബോ ആണ്. ഇത് ഉടുപ്പിൽ വെക്കാനാണെങ്കിലും ബോല് വെക്കാനാണെങ്കിലും, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ബോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വീതി എടുത്തിരിക്കുന്നത് ഞാൻ പറയാം കേട്ടോ, ഒരു 10 ഇഞ്ചോളം വലിപ്പമുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്, സാറ്റിൻ റിബൺ. ആൻഡ് ഈ ബോന് പെർഫെക്റ്റ് വീതി കൂടുതലുള്ള സാറ്റിൻ റിബൺ ആണ് ഏറ്റവും പെർഫെക്റ്റ്. എൻ്റെ ഇപ്പോൾ 1 ഇഞ്ച് വീതിയേ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വീതിയൊക്കെ ഉള്ള സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് ഈ ബോ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും 10 ഇഞ്ചിൻ്റെ വെച്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ പീസ് ഓഫ് തുണി എടുക്കാം. അതിനിപ്പോൾ നീളം ഇത്ര കൃത്യം വേണമെന്നൊന്നുമില്ല, നമുക്ക് മടക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് നമുക്ക് പിന്നെ കളയാവുന്നതേ ഉള്ളൂ, വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബോവിനെ ഇതേപോലെ മടക്കി വെക്കുക കേട്ടോ.
മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു കുഞ്ഞി സ്റ്റിച്ച് കൊടുക്കാം. ഒരു റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് വലിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങുമ്പോൾ നല്ലൊരു ബോ ഷേപ്പിലാവും. ആൻഡ് 2-3 തവണ കെട്ടിടാൻ ശ്രദ്ധിക്കുക, ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നമ്മുടെ സൗകര്യമാണ് എങ്ങനെ കെട്ടിടണം എന്നുള്ളത്. ഞാൻ ഇങ്ങനെയാണ് കെട്ടിടാറുള്ളത്. സോ വൺസ് കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കുക. ആൻഡ് ഈ ബോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ 2 ബോ ഒരുമിച്ച് വെച്ച് തുന്നാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുക. ഇനി 2 ബോ ആയിക്കഴിഞ്ഞു നമുക്ക്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണത്തിനെയും കൂടെ അടുപ്പിച്ച് വെക്കുക, 2 എണ്ണത്തിനെയും ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് 2നെയും കൂടി ഒരുമിച്ച് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നടുവിൽ ആ സ്റ്റിച്ചൊക്കെ കാണുന്നത് ഒരു അഭംഗിയല്ലേ. ഇനി നമുക്കതിനെ ഹൈഡ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അതിനെ അതിൻ്റെ ചുറ്റും ഇതേപോലെ ചുറ്റിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് കട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കൈത്തുന്നൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഗ്ലൂ ഗൺ വേണം, ഫാബ്രിക് ഗ്ലൂ വേണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഞാനത് പ്രത്യേകം ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ എളുപ്പത്തിൽ എനിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടണതൊന്നും വെയിറ്റ് ചെയ്യേണ്ട. അതായത് ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ ഒട്ടണത് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു 5 മിനിറ്റെങ്കിലും കൊടുക്കണം അത് കറക്റ്റായിട്ട് ഒട്ടി വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബോ എന്ന് പറയുന്നത്. നല്ല രസമാണ്, എസ്പെഷ്യലി വീതിയുള്ള തുണി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. അടുത്തതൊരു ബേസിക് ബോ ആണ്, ഒരു കുട്ടി ബോ. ഇത് നമുക്ക് ഉടുപ്പിൻ്റെ സെൻറ്ററിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ റാൻഡംലി ഒരു പീസ് ഓഫ് തുണി, ഒരു സാറ്റിൻ റിബൺ വെട്ടിയെടുക്കുന്നുണ്ട്. ആൻഡ് ഇതും മറ്റേതുപോലെ തന്നെയാണ് ചെയ്യണത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു വാലും കൂടി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനെ ഒരു വാല് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കുഞ്ഞി പീസ് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇതിന് കൃത്യം മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനം ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതേപോലെ മടക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വാല് പോലെ നമ്മളതിനെ വെട്ടിയെടുത്തിട്ടില്ലേ ബോയ്ക്ക് വേണ്ടിയിട്ട്, അത് ഞാനൊന്ന് രണ്ടും ഒരേ വശത്തേക്ക്, അതായത് നല്ല വശം ഒരേപോലെ ഫേസ് ചെയ്യുന്ന പോലെ മടക്കി വെക്കുകയാണ്. അല്ലാണ്ട് ചിലപ്പോൾ മടക്കുമ്പോൾ നമ്മൾ ചുമ്മാ മടക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു നല്ല വശം ഉണ്ടാവും, ഒരു ചീത്ത വശം ഉണ്ടാവും. അങ്ങനെ പാടില്ല. നമുക്ക് രണ്ടും നല്ല വശം വരണ പാകത്തിന് മടക്കി വെച്ചതിന് ശേഷം അവിടെ ഒരു കുഞ്ഞി സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ കെട്ടിടണ്ട, അതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് മറ്റേ ബോ ഉണ്ടാക്കാനുള്ള സാറ്റിൻ റിബൺ ഇല്ലേ, അതിനെ ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ നടുക്കിലായിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വാലും ഉണ്ട് കേട്ടോ. ഇനി വൺസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി രണ്ടിനെയും കൂടി ചേർത്ത് ഇട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് കെട്ടും കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ബോ റെഡിയാണ്. കണ്ടോ, ഒറ്റയടിക്ക് തന്നെ നമുക്ക് വാലുള്ള ബോ കിട്ടും. അപ്പം എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുഭാഗം ഇനി നമുക്ക് തുണി വെച്ച് ചുറ്റിയെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് വാല് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഭംഗി മറയ്ക്കാനും അതേപോലെ തന്നെ കുറേ കൂടി ഭംഗിയാക്കാനും നമുക്ക് ഏറ്റവും നല്ലത് എന്തെങ്കിലും ഒരു സ്റ്റോൺ എടുക്കുക. സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് അതിന് അവിടെ ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ തുന്നി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അതായത് ഉടുപ്പൊന്ന് വീണ് കിട്ടിയതാണത്. പോയപ്പോൾ അതെടുത്ത് വെച്ചതാണ് ഉടുപ്പിന്ന് പോയപ്പോൾ. അപ്പോൾ അതെടുത്തിട്ട് ഞാനിതിൻ്റെ നടുക്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അടിവശം ഒന്നില്ലെങ്കിൽ തീയുടെ അവിടെ കാണിച്ചിട്ട് അതൊന്നിങ്ങനെ ഉരുക്കിയെടുക്കുക, ഇങ്ങനെ പോരാണ്ടിരിക്കാൻ. അല്ലെങ്കിൽ ഇതേപോലെ ഒരു എ ഷേപ്പിലോ അല്ലെങ്കിൽ വി ഷേപ്പിലോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പിന്നെ നൂല് പോരില്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ
ബോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം സിമ്പിളായിട്ടുള്ള ബോകളാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഉടുപ്പിലൊക്കെ വെക്കാനും തലയിലൊക്കെ വെക്കാനും നല്ല ഭംഗിയാണ്. ഇടയിൽ വേണമെങ്കിൽ ടിക് ടാക്ക് ഇത് വെച്ചിട്ട് ക്ലിപ്പ് വെച്ചിട്ടും മുടിയിൽ വെക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.